ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം നിസാ ഗാർഡൻ എന്ന സംവിധാനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ആൺകുട്ടികളൊക്കെ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ചിന്തയും പെൺകുട്ടികളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് വേണമെന്നുള്ള റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു പെൺകുട്ടി അവരുടെ വിവാഹം കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആദ്യത്തെ പ്രസവം എന്നതിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസി മിസ്ഡ് അബോർഷൻ, 3 മാസത്തിനുള്ളിൽ അത് അബോർട്ടായി പോവാണ്. പിന്നീട് ഒരു കുട്ടിയെ താങ്ങിയാൽ 1, 2, ഏറിയാൽ 3, അതോടെ കഴിഞ്ഞു കഥ. അതോടെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, എല്ലുകളുടെ ബലം കുറയുകയാണ്. ഇപ്പൊ 45-50 വയസ്സോട് കൂടിയിട്ട് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങളുള്ള അവസ്ഥയിലേക്ക് ആ സ്ത്രീ, ആ ഉമ്മ മാറുകയാണ്. സ്ത്രീത്വത്തിന്റെ സാഫല്യമാകുന്ന മാതൃത്വം പേറിയതിന് കിട്ടുന്ന ശിക്ഷയായത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതേസമയം ആ ഉമ്മയുടെ ഉമ്മ, അവരുടെ ഉമ്മമാര് 10ഉം 12ഉം പ്രസവിച്ചിട്ടുണ്ട്, 80ഉം 90ഉം വയസ്സിൽ ഇന്ന് ഓടി നടക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം? ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളുടെ ഗർഭാശയത്തിലേക്ക് രക്തയോട്ടം കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഗർഭാശയത്തിലേക്ക് ചെറുപ്പത്തിലെ രക്തയോട്ടം കിട്ടണം, എങ്കിലാണ് അവർക്ക് വേണ്ട രീതിയിൽ ഭ്രൂണങ്ങളെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. എന്റെ ഈ കൈ വർഷങ്ങളായിട്ട് അനക്കാതെ ഞാൻ വെച്ചാല് പിന്നെ ഈ കൈ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇടയ്ക്ക് അനങ്ങിക്കൊണ്ടിരുന്നാൽ സർക്കുലേഷൻ കറക്റ്റ് ആവും. മാമ്പ് കടിച്ചാൽ കടിച്ച ഭാഗത്തിന് 2 ഇഞ്ച് മുകളിൽ കെട്ടണമെന്ന് കേട്ടിട്ടുണ്ട്. ഈ കെട്ട് ഒരു വല്ലാത്ത കെട്ടാക്കി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആളെ ആന്റിബിനോ പോളിബിനോ ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തും. പക്ഷെ കൈ ഉണ്ടാവില്ല, കൈ മുറിച്ചു മാറ്റേണ്ടി വരും. കാരണം എന്താ, വലിച്ചു മുറുക്കി കെട്ടിയപ്പോ സർക്കുലേഷൻ താഴോട്ട് നഷ്ടപ്പെട്ട് കൈ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ സർക്കുലേഷൻ എന്നത് മസ്റ്റാണ്. ഗർഭാശയത്തിലേക്ക് സർക്കുലേഷൻ കിട്ടാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിക്ക് അനുകൂലമായ ഒരു എക്സസൈസ് ഇന്ന് നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ ചെയ്യുന്നില്ല. പണ്ടത്തെ തലമുറ ചെയ്തിരുന്നു. ഗർഭാശയത്തിന് മുകളിലോട്ടും താഴോട്ടും വലിയണം, മുന്നോട്ടും പുറകോട്ടും മടങ്ങണം. അതിന് പറ്റുന്ന മനോഹരമായ എക്സസൈസ് ഒരു കാലഘട്ടത്തിൽ ഉമ്മമാര് ചെയ്തിരുന്നു. 1 മുറ്റമടിക്കുക, 2 വെള്ളം കോരുക. വെള്ളം കോരുമ്പോൾ ഗർഭാശയം വലിയും, മുകളിലോട്ടും താഴോട്ടും. മുറ്റമടിക്കുമ്പോൾ മുന്നോട്ടും പുറകോട്ടും വലിയും. ഇതിലേക്ക് ആവശ്യത്തിന് സർക്കുലേഷൻ കിട്ടി. സെൽസ് ഒക്കെ വളരെ ആരോഗ്യമുള്ളതായിരുന്നു. 8ഉം 10ഉം 12ഉം മക്കളെ പ്രസവിക്കാൻ പറ്റും. എന്റെ വെല്ലുമ്മക്ക് 11 പ്രസവിച്ചിട്ടുണ്ട്. 10ാമത്തെ പ്രസവം ഇരട്ടായിരുന്നു. 10 പ്രസവിച്ചപ്പോ ഒന്ന് ബോണസ് ആയിട്ട് കൊടുത്തെന്ന് പറയല്ല. എന്നിട്ട് ഇപ്പോഴും അൽഹംദുലില്ലാഹ് കൊടുക്കട്ടെ, ഇന്നും കൂടി നടക്കുകയാണ്. ഒരു 85 വയസ്സിന് മുകളിൽ ഉണ്ടാവും പ്രായം. ഇന്ന് നമ്മുടെ തലമുറയിൽ മാക്സിമം ഒരു 3 പ്രസവം കഴിയുന്നതോടെ ശാരീരിക പ്രയാസങ്ങൾ തുടങ്ങുകയാണ്. അപ്പൊ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഗർഭാശയത്തിലേക്ക് രക്തയോട്ടം കിട്ടണമെങ്കിൽ ഇന്ന് അമ്മി കൊണ്ട് അരയ്ക്കാനും ഉരലിൽ കുത്താനും അരിയാട്ടാനും മുറ്റമടിക്കാനും വെള്ളം കോരാനും ഒക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. എന്നാൽ ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ എല്ലാ ഗുണവും യൂട്രസ് കിട്ടാൻ പറ്റുന്ന മനോഹരമായ എക്സസൈസ് ഉണ്ട്. അതെന്താണ്? അത് നീന്തലാണ്. കുട്ടികൾ നീന്തിയാൽ ഗുണമേറെയാണ്. വെള്ളത്തിൽ കിടന്ന് ഒറ്റ മുതൽ മറ്റേ വരെ നീന്തി തുടിച്ചാൽ ഗർഭാശയത്തിലേക്ക് രക്തയോട്ടമൊക്കെ കയറും. ശക്തിമത്തായ രക്തയോട്ടമുള്ള ഗർഭാശയങ്ങളായി മാറും. ആ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും, നിസാ ഗാർഡനിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരു 3 വർഷം തുടർച്ചയായിട്ട് പഠനം മിനിമം പൂർത്തിയാക്കാനായാൽ ശാരീരികക്ഷമതയുള്ള, നന്നായിട്ട് ആരോഗ്യമുള്ള മക്കളെ പ്രസവിക്കാൻ കഴിവുള്ള, ശരീരത്തിന്റെ ജോയിന്റുകൾക്ക് വേദനയില്ലാത്ത, തലവേദനയില്ലാത്ത, മൈഗ്രെയിൻ വരാത്ത നല്ല ആരോഗ്യമുള്ള ഒരു പെണ്ണായിക്കൊണ്ട് ജീവിതകാലം ദീർഘായുസ്വഭാവം നൽകിയാൽ ആരോഗ്യത്തോടെ അവർക്ക് ജീവിക്കാനാവും എന്നെനിക്ക് ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടി പറയാൻ പറ്റും. അത്രത്തോളം ഗൗരവമാണ് വിഷയങ്ങളുടെയൊക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ നീന്തലിലൂടെ കിട്ടുന്ന ആരോഗ്യ ഗുണം എന്താ? 2 ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാമോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകളുടെ എണ്ണം 3,75,000 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം മുങ്ങി മരിക്കുന്നത് 82 പേരാണ്. കഴിഞ്ഞില്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വർഷം മുങ്ങി മാത്രം മരിക്കുന്നത് 1600 പേരാണ്. ഇത് മനസ്സിലാക്കണം, പഠിക്കണം. മുങ്ങി മരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നീന്തൽ അറിയില്ലാത്തതാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയും മുങ്ങി മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും ഒരു ദിവസം ആഗോളാടിസ്ഥാനത്തിൽ, കൊച്ചു കേരളത്തിലെ ഒരു സംസ്ഥാന ദിവസമല്ല, ഇന്ത്യയിലെ ഒരു നാഷണൽ ഡേ അല്ല, ഇന്റർനാഷണൽ ലെവലിൽ വേൾഡ് ഡേ, വേൾഡ് ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ, മുങ്ങി മരണ പ്രതിരോധ ദിവസം എന്നൊരു ദിവസമുണ്ട്. ആ ദിവസം എന്താണെന്നറിയോ? ആ ദിവസം ജൂലൈ 25-ാം തീയതിയാണ്. ജൂലൈ 25-ാം തീയതി എപ്പോഴാണെന്നറിയോ? എപ്പോഴെന്ന് പറയോ? ജൂലൈ 25 എന്നാ ഇന്നാണ് ആ ദിവസം. ആ ദിവസത്തേക്ക് തന്നെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് എന്തോ യാദൃശ്ചികമായി തോന്നുകയാണ്. ലോകത്ത്
മുങ്ങി മരിക്കുന്ന ആളുകൾ നീന്തലറിയില്ലാത്തതുകൊണ്ടും അശാസ്ത്രീയമായ നീന്തലിലൂടെയും സെൽഫി എടുക്കുക മാത്രം. കേട്ടോളൂ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട്. AIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MBBS പാസ്സായാൽ MBBSന്റെ ബ്രാക്കറ്റിൽ AIMS എന്ന് എഴുതും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പാസ്സായാൽ ബ്രാക്കറ്റിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എഴുതൂല. തിരുവനന്തപുരത്ത് മെഡിക്കൽ MBBS പാസ്സായാൽ ബ്രാക്കറ്റിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എഴുതൂല. ജിപ്മർ പോണ്ടിച്ചേരി എഴുതും, CMC വെല്ലൂർ എഴുതും, എയിംസ് എഴുതും. അവിടെ MBBS കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞ പവറാ. അത്രയും വലിയ റിസർച്ച് നടന്ന സ്ഥലമാണ്. അവര് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് സെൽഫി എടുക്കാൻ പോയ സമയത്ത് മാത്രം മുങ്ങി മരിച്ചത് 250 പേരാണ്. 250 ജീവൻ കൊല്ലുന്നത് സെൽഫി എടുക്കാൻ പോയപ്പോഴാണ്. അതും ഒരു കാരണമാണ്. നീന്തൽ അറിഞ്ഞാലും പെട്ടെന്ന് കുത്തി വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാനാവില്ല. അശ്രദ്ധ കൊണ്ടുള്ള മരണങ്ങൾ മാറ്റിവെക്കുക. നീന്തൽ അറിയില്ലാത്തത് കൊണ്ടാണ് 90% മരണവും സംഭവിച്ചത്. നമുക്ക് അടുത്ത പ്രദേശത്ത് താനൂരിൽ ഉണ്ടായ ബോട്ടപകടം കണ്ടു നിൽക്കെ മുങ്ങി മരിച്ച എത്ര പേരുണ്ട്. ജീവന്റെ വിലയുള്ള അറിവാണ്. മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതൊരു ബോട്ടിംഗ് സ്കൂൾ എന്ന തലത്തിലേക്ക് ഉയരുകയാണ്. ബഹുമാനപ്പെട്ട KP ഉസ്താദിന്റെയും മന്ത്രിയായ പ്രിൻസിപ്പൽ സാർ ബഷീർ സാറിന്റെയും ഒക്കെ നിർദ്ദേശാനുസരണവും നിർദ്ദേശപ്രകാരവും അവിടെ പല സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഒരു ബോട്ടിംഗ് സ്കൂൾ കോൺസെപ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രിൻസിപ്പൽ സാർ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു. എത്ര മനോഹരമാണ്. ഈ ഒരു ക്യാമ്പസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയ അന്തരീക്ഷം, സുന്ദരമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതോടൊപ്പം തന്നെ ബോർഡിംഗിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ പഠിക്കണം. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം എന്താണെന്നറിയോ? ഇൻഡിപെൻഡൻസി, സ്വാശ്രയത്വമാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം, ഒരു കാലിൽ നിൽക്കാൻ പഠിക്കണം, ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും മാറി നിന്നുകൊണ്ട് അവർ പഠിക്കണം. സ്വന്തം വസ്ത്രങ്ങൾ അവർ അലക്കണം, കയ്യിലുള്ള സാധനങ്ങൾ കെയർ ചെയ്ത് പഠിക്കണം. പ്രയാസാനുഭവിക്കുക സമാധാനിപ്പിക്കണം. കൂട്ടത്തിലുള്ള സുഖമില്ലെങ്കിൽ അവനെ പരിചരിക്കണം. ആ അവസ്ഥയും ഉൾക്കൊണ്ടുകൊണ്ട് ആ സാഹചര്യത്തിൽ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമ വേണം. പനിയും ജലദോഷം വന്നാലും ഉപ്പയും ഉമ്മയും കണ്ടില്ലെങ്കിലും അവർ സഹിച്ചു നിൽക്കണം. ഇതൊരു പെണ്ണിന്റെ ജീവിതത്തിലുണ്ടാകുന്ന സ്വാശ്രയത്വത്തിന്റെ ഏറ്റവും നല്ല സൂചനയാണ്. അങ്ങനെ നിൽക്കാൻ പഠിച്ച ഒരു പെൺകുട്ടി അവൾ ലോകത്ത് എവിടെ പോയാലും ജീവിക്കും, ഏത് വീട്ടിലും ജീവിക്കും. നമ്മുടെ മക്കളല്ലേ, കെട്ടിച്ചുകൊണ്ട് അങ്ങനെ പോകണ്ടല്ലേ, അതുവരെയൊക്കെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കട്ടെ. ആ നിൽപ്പ് കഴിഞ്ഞാണ്ടല്ലോ കുറെ നല്ല പിന്നെ നിൽക്കേണ്ടി വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മക്കളേക്ക് സ്വാശ്രയത്വമുള്ളവരാക്കി മാറ്റണം. അത് പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിൽ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആൺകുട്ടികളുടെ ശരീഅത്ത് കോളേജ്, അവരെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഇവിടെ മനോഹരമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതിന്റെ റഷീദ് പോലെ നല്ല സ്പോർട്സ് ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള നേതൃത്വം. ആ ക്യാമ്പസിൽ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങേ മൂലക്ക് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം. അവിടെ നിങ്ങൾക്ക് വന്നാൽ കാണാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വന്ന് കാണാൻ കേട്ടോ, അതിന് സൗകര്യങ്ങൾ വെക്കാം. കാരണം അവിടെ ഒരു പ്രോഗ്രാം വെച്ചാൽ അവരുടെ സ്ഥലം പോകേണ്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബാച്ചുകളായിക്കൊണ്ട് ഇവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് ക്യാമ്പസ് കാണാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ ഗ്രൗണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. രാവിലെ കുട്ടികൾ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ച്, സുബഹി നിസ്കരിച്ച് ശേഷം ചെറിയ പ്രാർത്ഥനകൾ കഴിഞ്ഞ് അല്പം ഖുർആൻ ഓതി ഒരു 6:30 മണിക്കൊക്കെ ഷട്ടിൽ ബാറ്റൊക്കെ എടുത്തിട്ട് കളിക്കാൻ ഇറങ്ങും. ആ സമയം അവർക്ക് കിട്ടുന്നത് ഇളംവെയിലാണ്. ഈ ഇളംവെയിലേക്കാൾ നാച്ചുറലായ സീറോ ഇൻവെസ്റ്റ്മെന്റ് 5 പൈസ മുടക്കി ഒരു സപ്ലിമെന്റ് വാങ്ങി കഴിക്കാതെ കിട്ടുന്ന വിറ്റാമിൻ ഡി. വൈകുന്നേരം ഒരു വന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങിയാൽ പടിഞ്ഞാറാണ് പിന്നെ അടുത്ത വെയിൽ, പോക്കുവെയിൽ. ഇളംവെയിലും പോക്കുവെയിലും കിട്ടി മനോഹരമായ കുട്ടികൾക്ക് ശാരീരികാരോഗ്യം കിട്ടാൻ, വിറ്റാമിൻ ഡി കിട്ടാൻ, കാൽഷ്യം ഡെപ്പോസിറ്റ് കിട്ടാൻ, അങ്ങനെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാൻ. ഒരു പെണ്ണിന്റെ ആരോഗ്യം 50-ഉം 60-ലും അവൾ 40 വയസ്സുകാരി ആയിരിക്കണം. അതാണ് വേണ്ടത്. ഗൗരവമാണ്. അതിലേക്ക് എത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഭൗതിക തലത്തിലും കൃത്യമായിട്ട് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയുന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കാൻ തയ്യാറാക്കണം. അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് നിങ്ങൾ അറിയിക്കും. അതൊക്കെ പരിഗണിച്ചും അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ചും ടൈം ടേബിൾ അനുസരിച്ചും അവിടെ വന്നാൽ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലൂടെ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. അതോടൊപ്പം മാർഷ്യൽ ആർട്സിനെ പറ്റി പറഞ്ഞു. നിർബന്ധമായും പഠിപ്പിക്കപ്പെടേണ്ട ഒരു കലയാണ് മാർഷ്യൽ ആർട്സ്. അത് ഒരു കലാരൂപമാണ്. അത് പ്രതിരോധത്തിന് സഹായിക്കും, ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും, മസിലുകളുടെ പവറിന് സഹായിക്കും. ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. തീർച്ചയായിട്ടും അതിലൊക്കെ എല്ലാവരും സഹകരിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസം നിസ്സാകാർഡിൽ ഈ വിനീതം ഉണ്ടാകും. നിങ്ങൾക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങൾ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട ഫാമിലി തെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൺസൾട്ടേഷന് വരാവുന്നതാണ്. 3 ദിവസം അവിടെ ഉണ്ടാകും. സ്കൂളിൽ കുട്ടികളുടെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പളോട് സംസാരിച്ച ശേഷം അദ്ദേഹത്തിന്റെ റിക്വസ്റ്റോട് കൂടിയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം സ്കൂൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ പ്രിൻസിപ്പലും കൂടി കണ്ട ശേഷം വരിക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, ഫാമിലി ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാതെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നാൽ ആഴ്ചയിൽ 3 ദിവസം അവിടെ കൺസൾട്ടന്റ് സേവനം ലഭ്യമായിരിക്കും എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. മക്കളെ കൊണ്ട് ഉയരാനും അവരെ കണ്ട് കണ്ണിറയാനും അവരെ കണ്ട് കണ്ണ് കുളിർമയാവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തിന്റെ ആശംസയായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.